ഈ അബ്ദുല്ലാഹിൻ മുബാറക്കിന്റെ കഥ തന്നെ പൂർത്തീകരിച്ചോട്ടെ. ഈ അബ്ദുല്ലാഹിൻ മുബാറക്ക് ഉമ്മ മരിച്ചു. അബ്ദുല്ലാഹിൻ മുബാറക്കിന്റെ ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോ ഭയങ്കരമായ ഖേദം. അബ്ദുല്ലാഹിൻ മുബാറക്ക് ഒരുപാട് കരഞ്ഞു. കുറെ ദിവസം കരഞ്ഞു. കരഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, അയ്യേ ഇത് ജാഹിലിയത്തിന്റെ കരച്ചിലല്ലേ, നിങ്ങളെപ്പോലൊരു പണ്ഡിതൻ ഇങ്ങനെ കരയേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉമ്മ മരിച്ചുകൊണ്ടല്ല കരഞ്ഞത്. ഉമ്മ ജീവിച്ചിരുന്ന കാലത്ത് സ്വർഗത്തിൽ നിന്നൊരു വാതിൽ ഓപ്പൺ ആയിരുന്നു. സ്വർഗത്തിൽ നിന്ന് എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരുന്നു. എന്റെ ഉമ്മ മരിച്ചപ്പോ ആ വാതിൽ അടയ്ക്കപ്പെട്ടു. മക്കളെ, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലിൽ ഒരു വാതിൽ ഉമ്മാന്റെയും ഉപ്പാക്കും വേണ്ടി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള വാതിലാണ്. ആ വാതിൽ ഉമ്മയെയും ഉപ്പയെയും ഹിദ്മത്തെടുത്തവർക്കുള്ള വാതിലാണ്. എന്റെ ഉമ്മ മരിച്ചതോടെ സ്വർഗത്തിന്റെ ആ കവാടം കൊട്ടിയടക്കപ്പെട്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു വീട്ടിൽ പോയി. അവിടെ 4 മക്കളുണ്ട്. 4 മക്കളും വികലാംഗരാണ്. 4 മക്കളും മന്ദബുദ്ധികളാണ്. പക്ഷേ 40 വയസ്സായി മൂത്ത മോന്. പക്ഷെ ആ ഉമ്മയിപ്പയും ഒരിക്കൽ പോലും ആ മക്കളെ വിട്ടുപിരിഞ്ഞിട്ടില്ല. ആ മക്കളെ കൊന്നിട്ടില്ല. ആ മക്കൾക്ക് വേണ്ടി അവർ ജീവിച്ചു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഓച്ചിറ ടെമ്പിളിൽ 250 മാതാപിതാക്കളെ കൊണ്ട് ഉപേക്ഷിച്ചു. ഭീമാപള്ളിയിൽ മാതാപിതാക്കളെ കൊണ്ട് ഉപേക്ഷിക്കുന്നു മക്കളെ. ഒരിക്കൽ പോലും നമ്മുടെ ഉമ്മ, നമ്മൾക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും നമ്മുടെ ഉമ്മ നമ്മുടെ തലഭാഗത്തുണ്ടാവും. പക്ഷെ നമ്മുടെ ഉമ്മച്ചിക്ക് രോഗമായാൽ നമുക്ക് ശല്യമായി തോന്നുന്നു അല്ലേ? നമുക്ക് പ്രയാസമായി തോന്നുന്നു അല്ലേ? ഏതാണ് ഈ ഉമ്മ? നാളെ ആഖിറത്തിൽ സ്വർഗത്തിന്റെ വാതിൽ. ഇനി ഒന്നുകൂടി മനസ്സിലാക്കുക, ഉമ്മാനെയും ഉപ്പാനെയും പ്രയാസപ്പെടുത്തുമ്പോൾ സ്വർഗത്തിന്റെ കവാടം അടഞ്ഞു കിടക്കും. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ജീവിക്കുമ്പോൾ സ്വർഗത്തിന്റെ കവാടം ഓപ്പൺ ആവും. ഏത് വേണം? സ്വർഗത്തിന്റെ കവാടം വേണോ? സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടന്നു പോണോ? ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനായിട്ട് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ യുദ്ധഭൂമിയിലേക്ക് പോവുകയാണ്. ഉമ്മ പറഞ്ഞേക്കുമ്പോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാവും ഉമ്മ. ആ ഉമ്മന്റെ പ്രാർത്ഥന എന്തറിയോ? അല്ലാഹുവേ, എന്റെ മോൻ ചുട്ടുപൊള്ളുന്ന ദിവസം നോമ്പ് നോൽക്കുന്നവനാണ് എന്റെ മോൻ. അല്ലാഹുവേ, എന്റെ മോൻ ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുമ്പോ തഹജ്ജുദ് നിസ്കരിച്ചവനാണ് എന്റെ മോൻ. 3ാമത്തെ പ്രാർത്ഥന എന്തറിയോ? അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ഹിദ്മത്തെടുത്ത മോനാണ് എന്റെ മോൻ. എന്റെ മോനെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കോ? അബ്ദുല്ലാഹിൻ മുബാറക്ക് ഉമ്മാന്റെ കാല് തടവുന്നത് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമാണ്. നമ്മളോ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും തോണ്ടി കാമുകിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഉമ്മ അപ്പുറത്ത് കുഴഞ്ഞു കിടക്കുന്നുണ്ടല്ലേ? ആലോചിച്ച് നോക്കി. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന താബീകളിൽ ഏറ്റവും പ്രഗത്ഭനായ സൈനുൽ ആബിദീൻ, അദ്ദേഹം ഉമ്മയുടെ കൂടെ ചോറ് തിന്നു, ഉമ്മച്ചിയുടെ കൂടെ ചോറ് തിന്നു. അപ്പൊ ഉമ്മച്ചി ചോറിന്റെ ഒരു ഭാഗത്ത് നോക്കിയാൽ, ആ ചോറിന്റെ പ്ലേറ്റിൽ ഒരു ഭാഗത്ത് നോക്കിയാൽ പിന്നെ സൈനുൽ ആബിദീൻ അവിടെ നിന്ന് കൈ വലിച്ചു കളയും. അപ്പൊ ഉമ്മ ചോദിക്കും, എന്താ മോനെ? ഒന്നുമില്ല, ഉമ്മച്ചി ചോറിലേക്ക് നോക്കിയില്ലേ? അതൊരു പക്ഷെ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് നോക്കിയാണെങ്കിലോ അത് ഞാൻ തന്ന ഉമ്മച്ചിയുടെ മനസ്സ് വേദനിക്കില്ലേ? അതുകൊണ്ട് എനിക്കത് വേണ്ട. ആരാ ഉമ്മച്ചി? ആ ഉമ്മയുടെ സ്വർഗത്ത് കാൽനടിയിലാണ് സ്വർഗം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? വബിൽവാലിദൈനി ഇഹ്സാന, ഖുർആനിലെ 4-ാം അധ്യായം 36, ഖുർആനിലെ 6-ാം അധ്യായം 151, ഖുർആനിലെ 2-ാം അധ്യായം 83, ഖുർആനിലെ 31-ാം അധ്യായം 14, 15, ഖുർആനിലെ 29-ാം അധ്യായം 8. ഇത്രയും വചനങ്ങളിൽ ഉമ്മാനോടുള്ള ബന്ധത്തിന്റെ, ഉപ്പാനോടുള്ള ബന്ധത്തിന്റെ മേന്മ പറയുകയാണ് അല്ലേ? ആ ഉമ്മയിപ്പാന്റെ തൃപ്തിയും സ്നേഹവും വേറെന്തുണ്ട്? ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടാൻ ആവശ്യം ഉപ്പാന്റെ ഉമ്മാന്റെ സംതൃപ്തി നേടുക.